അറേബ്യൻ മജ്ലിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പോയ സ്ഥലത്തു നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്താണ്, നമ്മളൊരു ബ്രാൻഡിലേക്ക് മാറി നമ്മളൊരു ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആയിക്കൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മളൊരു യാത്ര വന്നത്. പണ്ട് മുതലേ നമ്മൾ കോളേജ് അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 3 ഫ്രണ്ട്സ് പാരഗണിൻ്റെ മേലെ കൂടെ ട്രിപ്പിൾ വെച്ചിട്ട് സ്കൂട്ടറുമ്പോൾ പോകുമ്പോൾ ആ ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ അങ്ങനെ പോകുമ്പോൾ പാരഗണിൻ്റെ മണം ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ടായിരുന്നു പണ്ട്, ഹോട്ടൽ മേഖലയാണ് ചിലപ്പോൾ നമ്മളെ തലവര നന്നാക്കുക എന്നുള്ളത്. നമ്മളെ ഒരു പാഷൻ അങ്ങനെ ആയിരുന്നു പണ്ടേ. പക്ഷേ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഹോട്ടൽ മേഖലയിലേക്ക് വരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളെ ഒരു കഴിവോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊരു കഴിവോ അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് എന്നുള്ളതല്ല, നമ്മളെ ഒരു നന്മ ഉദ്ദേശിച്ച് എന്തെങ്കിലും കാര്യം ചെയ്താൽ അള്ളാൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ ഒരു വിശ്വാസം അതാണ്. നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തതും ഒരു നന്മ അതിലുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ്, അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. ആ ഒരു ഗ്രോത്താണ് നമുക്ക് ഉണ്ടായത്. പിന്നെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവണമല്ലോ. നമ്മൾ ഇപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തല്ലേ, നമുക്ക് ഭയങ്കര പ്രഷറുണ്ട്, നമ്മൾ 24 hours വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് റെസ്റ്റ് ഇല്ല. അപ്പോഴും നമുക്ക് ഇനിയിപ്പോൾ ഒരു 2 ദിവസം റെസ്റ്റ് ആവാം, അല്ലെങ്കിൽ 3 ദിവസം റെസ്റ്റ് എടുക്കാം. ഒന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിച്ചാലും ഒരു ദിവസം നമ്മളൊന്ന് ഫ്രീ ആയി വെറുതെ ഇരുന്നാൽ മതി, നമുക്കത് മടുക്കും. നമ്മൾ വീണ്ടും നമ്മളെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ഉറങ്ങണ ഒരവസ്ഥ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മളത് ഓടി നമ്മളെ സ്ഥാപനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. അതായത് അത് നമ്മൾ പാഷനാണ്. നമ്മളിപ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാലും നമ്മൾ വീണ്ടും അതിലേക്ക്, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇനി തുറക്കണ്ട, ഇപ്പോൾ 22 ബ്രാഞ്ചായി, ഇനി അടുത്തൊരു ബ്രാഞ്ച് വേണ്ട. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു വിൽട്ടൻ്റെ മുന്നിലൊരു സ്ഥലമുണ്ട്, 30 സെൻറ്റ് സ്ഥലം. അപ്പോഴും നമുക്ക് അത് നോക്കാം എന്നുള്ള, മനസ്സിലായില്ലേ, ആ ഒരു പാഷൻ നമ്മളെ കൊണ്ട് ഉള്ളിൽ നിന്നൊരു അതിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഷർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം നമ്മളിങ്ങനെ ഒരു 22 ബ്രാഞ്ച് 23ാമത്തെ ബ്രാഞ്ചൊക്കെ തുറക്കാനുണ്ടായ കാര്യം.